ഒരു പ്രൊട്ടസ്റ്റന്റ് കുടുംബത്തിൽ ജനിച്ച് കത്തോലിക്ക വിശ്വാസിയെ ഭാര്യയായി സ്വീകരിച്ച് പിന്നീട് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച വ്യക്തിയാണ് ബഹിരാകാശ യാത്രികനായ മൈക്ക് ഹോപ്കിൻസ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച അദ്ദേഹം ഇന്നുറക്കെ പ്രഖ്യാപിക്കുന്നു, ആത്മാവിനും ഹൃദയത്തിനുമുള്ള യഥാർത്ഥ ഭക്ഷണം വിശുദ്ധ കുർബാനയാണെന്ന്. അമേരിക്കയിലെ ഇന്ത്യാനോപോളിസിൽ വെച്ച് നടന്ന 10ാമത് ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ഭൂമിയുടെ അതിർത്തികൾ വരെ എന്ന പ്രമേയത്തിൽ നടന്ന സെഷനിലായിരുന്നു 2013 തന്റെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിലുണ്ടായ ഹൃദ്യമായ ദൈവാനുഭവം ഹോപ്കിൻസ് പങ്കുവച്ചത്. ആദ്യ ബഹിരാകാശ ദൗത്യത്തിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ദിവ്യകാരുണ്യനാഥനെയും ഞാൻ കൂടെ കൂട്ടിയിരുന്നു. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഉണ്ടായിരിക്കും എന്ന വചനം എന്റെ ജീവിതത്തിൽ നിറവേറിയെന്ന് അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ യാത്രയിൽ ഏറെ ശ്രമകരമായ ദൗത്യം പേടകത്തിന് പുറത്ത് അന്തരീക്ഷത്തിലൂടെ നടക്കുക എന്നതായിരുന്നു. 15 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാവുന്ന ഈ ദൗത്യത്തിന് മുൻപ് ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചിരുന്നു. ആ സമയങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോ എനിക്ക് നൽകിയ ശക്തിയും സമാധാനവും വർണ്ണനാതീതമാണ്. മൈക്ക് ഹോപ്കിൻസിന്റെ ഹൃദ്യമായ ഈ ദൈവാനുഭവം തീക്ഷ്ണതയോടെയാണ് വിശ്വാസികൾ കേട്ടിരുന്നത്. ഗാൽവെസ്റ്റോൺ ഹോപ്സ്റ്റൺ അതിരൂപതയിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങിയാണ് ഹോപ്കിൻസ് ദിവ്യകാരുണ്യ ഈശോയുമായി ബഹിരാകാശ ദൗത്യം നടത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.